കേസിലും മിടുക്കനാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നും പോവുകയാണെങ്കിൽ ഇപ്പൊ വി ഡി സതീശന്റെ പേരവിടെ നിൽക്കുന്നു. അതുപോലെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയല്ലേ രമേശ് ചെന്നിത്തലയും. നിലവിൽ രമേശ് ചെന്നിത്തല MLA ആണ്. അത് തീർച്ചയായിട്ടും. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ട് തോറ്റു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് പുള്ളി പറഞ്ഞു രമേശ് ആകട്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പം അങ്ങനെ മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വെളിയിൽ കൊണ്ടുവന്നു കേട്ടോ. ഈ ഒന്നാം പിണറായി സർക്കാരിന് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വന്ന. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഇലക്ഷൻ ജയിക്കാനും സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ടായില്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെ ഒരു ചേഞ്ച് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിച്ചു. വി ഡി സതീശനോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്പം വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വിജയിച്ച് നിൽക്കുന്ന ഒരാളെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ക്ലെയിം മീൻസ് ഇപ്പോൾ ഞാൻ വിജയിപ്പിച്ചുകൊണ്ട് എനിക്ക് ക്ലെയിം ഉണ്ടെന്നുള്ളതല്ല. പക്ഷേ അത് ഒരു സ്വാഭാവിക നീതിയല്ലേ. സാധാരണ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനം, ഒരു സക്സസ് എന്ന് പറയുന്നൊരു സാധനം, അത് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ സിനിമയിൽ തന്നെ സക്സസ് ആയ ഒരു നായകൻ വന്നു കഴിയുമ്പോൾ ഇൻഡസ്ട്രി മുഴുവൻ ആ നായകൻ്റെ പുറകെ പോകില്ല. അതെ.